അത്രയ്ക്കൊന്നും ഇല്ല. നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം, അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേട്ടതാണ്. പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോൾ തന്നെ അവര് ഫേസ് ചെയ്തില്ല. ഞാനാണെങ്കിൽ ശരി, വേണിച്ചിനും ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധിയും പ്രതീഷും കൂടി ഒരു ലക്കി ഡ്രോ കൂപ്പണിന്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവസാനം പണിയാകുമെന്ന് വെച്ചിട്ട് അവര് തന്നെ ആ വീഡിയോ അങ്ങോട്ട് പിൻവലിച്ചു. ഇപ്പൊ പ്രതീഷ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ അറിയാണ്ട് ചെയ്തതാണ്, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് മറ്റേ ലക്കി ഡ്രോ ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു, അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീഷ് ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധീന്റെ പെങ്ങളും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, കുറച്ച് യൂട്യൂബേഴ്സ് അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് അവര് ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തോന്നറിയാം ഇതൊക്കെ. ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. നമുക്ക് എന്തായാലും പ്രതീഷ് എന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരാം. നമുക്ക് പ്രതീഷിന്റെ ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വരാം. വാ. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, വേണിച്ചിനും ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞത് അതിന്റെ ആൾക്കാർ പറഞ്ഞാൽ അതിന്റെ അറിയുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ. പ്രതീഷിന് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പൊ പ്രതീഷ് പറഞ്ഞു വരുന്നത് ഈ സംഭവം പ്രതീഷിന് അറിയത്തില്ലായിരുന്നു എന്നാണ് കേട്ടോ. എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ചോറ് തിന്നുന്ന ആർക്കും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അത്രേ. നമ്മളൊരു പ്രമോഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തിരക്കേണ്ട എന്തോന്ന് അറിയാം, ഇത് നിയമവിരുദ്ധമാണോ എന്നാണ്. ഇതൊന്നും അറിയാണ്ടാണ് നീ ഇതൊക്കെ വന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രതീഷ് കുറച്ചു നാളായിട്ട് രേണു സുധിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. രേണു സുധിയായിട്ട് വന്നതിന് ശേഷമാണ് ഈ പ്രതീഷ് അങ്ങോട്ട് ഫേമസ് ആയത്. ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് രേണു സുധീന്റെ കൂടെ നടക്കുന്നത് എന്നുള്ളത് വേറൊരു സത്യമാണത്. നമുക്ക് എന്തായാലും അതിലോട്ടൊക്കെ വരാം. എന്തായാലും ബാക്കി കൂടെ കേട്ടിട്ട് വരാം. അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ അവരപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തണ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് അവരും നിൽക്കും. കാരണം ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവര് പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാണ്ട് വന്നിരുന്നിട്ട് മെഴുകുവാണ്. എന്തൊക്കെയോ പറയുന്നത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പ്രതീക്ഷ ഒരു കാര്യവുമില്ല. ഈ ഒരു വിഷയം വിവാദമാണെന്ന് അറിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആ വീഡിയോ നൈസായിട്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോകത്തില്ലായിരുന്നു. ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആകുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു. ഇത് വിവാദമായി എന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് നിങ്ങൾ ആ വീഡിയോ നൈസായിട്ട് അങ്ങോട്ട് മുക്കിക്കളഞ്ഞെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അത് മാത്രമല്ല, ഒരു ദിവസമെങ്കിലും ആ ചാനലിനകത്ത് ആ വീഡിയോ കിടപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങളെ വിശ്വസിച്ച് ഒരുപാട് പേരെങ്കിലും കാശ് അയച്ചു കൊടുത്ത് കാണത്തില്ലേ? ഈ കാശ് പോയ ആൾക്കാരുടെ സമാധാനമൊക്കെ ആര് പറയും? നീ തിരിച്ചു കൊടുക്കുക പൈസ, ഇല്ലെങ്കിൽ രേണു സുധി തിരിച്ചു കൊടുക്കുക പൈസ. എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പ്രതീക്ഷ, നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം നല്ല റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. പ്രതീക്ഷ, നീ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മൾ ഈ ഇരിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫെയിം ഉണ്ട്. രേണു സുധി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഒക്കെ ആകും. ആ സുധിച്ചേട്ടന്റെ പേരിലാണ് ഇതൊക്കെ കടന്ന് കളിക്കുന്നത് എന്നുള്ളത് വേറൊരു സത്യം. രേണു സുധിയുടെ ഓരോ വീഡിയോസ് ഒക്കെ ഫേസ്ബുക്കിനകത്തൊക്കെ എടുത്ത് നോക്കിക്കേ നിങ്ങൾ, മില്യൺ കണക്കിനാണ് വ്യൂസ് അടിക്കുന്നത്. രേണു സുധിയുടെ കാര്യങ്ങൾ കേൾക്കാനും രേണു സുധീന്റെ ഈ ഫിലിമിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യൂ അടിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ മുതലെടുക്കുന്ന ഒരു പരിപാടിയാണ് രേണുവിടെ കൂടെ നിന്നിട്ട് പ്രതീക്ഷ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിനെ വെച്ച് മുതലെടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതീക്ഷാണ്. വാഴ നനയുമ്പോൾ ചെടിയും കൂടെ നനയട്ടെ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റിയ പഴഞ്ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രതീക്ഷനോട് ഒരു വ്യക്തി ചോദിച്ചു, ഈ രേണു സുധീന്റെ കൂടെ നിങ്ങൾ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സും നെഗറ്റീവ് ഇങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊക്കെ വരത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ പ്രതീഷിന്റെ മറുപടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്. വാ. അത്രയ്ക്കൊന്നും തോന്നിയിട്ടില്ല. നെഗറ്റീവ് വരും, ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. കേട്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കേൾപ്പിക്കാം, അത് കേട്ടോ. അത്രയ്ക്കൊന്നും തോന്നിയിട്ടില്ല. നെഗറ്റീവ് വരും, ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. നെഗറ്റീവ് വരും, നെഗറ്റീവ് വന്നാലേ പോസ്റ്റിന് ഒടുക്കത്തെ റീച്ച് കയറത്തുള്ളൂ. പ്രതീഷ് പറഞ്ഞാണത്. പ്രതീഷിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? രേണു സുധീന്റെ പുറകിൽ നിന്നിട്ട് അളിയൻ അങ്ങോട്ട് ഫേമസ് ആകണം. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഇതൊക്കെ. അതുകൊണ്ട് മോനെ പ്രതീക്ഷയെ ഇമാതിരി ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം പറയട്ടെ, ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോയുടെ അവസാനം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നറുക്കെടുക്കുന്ന ആൾക്ക് തന്നെയാണ് ഈ ഒരു പ്രൈസ് അടിക്കുന്നതെന്ന്. ഇന്നലെ മൂപ്പൻസിന്റെ ചാനലിനകത്ത് ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അങ്ങോട്ട് അകത്തു പോയി കിടക്കാം. കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി നമുക്ക് രേണു സുധിയുടെ സഹോദരിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. വാ. ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാപ്പിന്നാ ഞാൻ വിളിക്കുന്നത്, സുചേട്ടനാളിയൻ. ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സുചേട്ടൻ പോയിട്ട് ഇപ്പൊ അറിയാലോ, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പിറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച്, എല്ലാവരെയും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോകും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇവരെ കുറിച്ചിട്ടൊക്കെ ആരെങ്കിലും ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടെ ഈ രണ്ടുപേരെയും കാണുന്നത്. അതിനകത്തിരിക്കുന്ന രേണു സുധീനെയും കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ രേണു സുധീന്റെ മോനായിട്ടുള്ള കിച്ചുവിനെയും ആ ഇളയ പയ്യനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതിപ്പോ എവിടുന്ന് മുളച്ചു വന്നു? ഇത് രേണു സുധിയുടെ സഹോദരിയാണെന്ന് പറയുന്നത്. ഇവരെ കുറിച്ചിട്ട് ആരോ വീഡിയോ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ യൂട്യൂബിനകത്തൊക്കെ മൊത്തം വീഡിയോ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവരെ എവിടെയും ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇത് എവിടുന്ന് കയറി വന്നു? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെന്തിനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ വരുന്നത്? ഇവരെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവർക്ക് ഇത് ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ബാക്കി കൂടെ കേട്ടിട്ട് വരാമോ? എന്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതുൽ ബ്ലോഗേഴ്സ്, പിന്നെ ഇന്നലെ സന്ധ്യ പറഞ്ഞിട്ടില്ലേ അതുൽ ബ്ലോഗ്സിന് നമുക്ക് എല്ലാവർക്കും റിയാക്ഷൻ ചെയ്യുന്ന നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന അതുലിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ രേണു സുധി അടിച്ച് ചെവിക്കല്ല് ഒട്ടിക്കുമെന്ന് പറഞ്ഞേക്കുന്നത് കണ്ടില്ലായിരുന്നു. രേണു സുധീനെ കുറിച്ചിട്ട് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രേണു സുധീനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ രേണു സുധീനെ ഇന്നത്തേക്ക് മാറ്റി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതായത് രേണു സുധിയുടെ സഹോദരി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കും, അതായത് ഇവരുടെ ഫാദറിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്റെ അറിവിൽ ഇവരെ പറ്റിയിട്ട് ഒരു യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടില്ല, അതുൽ വ്ലോഗ്സും ചെയ്തിട്ടില്ല. പിന്നെ ഈ അതുലിന്റെ പേരൊക്കെ പറയുന്ന എനിക്ക് വയ്യ. നിങ്ങൾ ആരെങ്കിലും ഇവരെ കുറിച്ച് വീഡിയോ ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം. ആ ലിങ്ക് ഒന്ന് എടുത്ത് കമന്റ് ബോക്സിനകത്ത് ഇട്ടേക്കണം, ഞാൻ കയറി നോക്കിക്കോളാം. എന്താ സംഭവം എന്ന് അറിയണമല്ലോ. ഇവർ പുതിയതായിട്ട് ഉടലെടുത്ത ടീംസ് അല്ലേ, നമുക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയണ്ടേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ താരം എന്ന് പറയുന്നത് ഈ രേണു സുധിയാണ്. രേണു സുധീനെ കുറിച്ചിട്ടാണ് മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നത്. ഈ രേണു സുധീനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ രമ്യ എന്ന് പറയുന്ന ഈ സഹോദരിനെ കുറിച്ചിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യേണ്ടത്? ഇവരെന്തെങ്കിലും ഇതിനകത്ത് പാട്ടാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇവരെ പോലെ വല്ല ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ടോ? രേണുവിന്റെ അച്ഛനെ പറ്റിയിട്ട്, അതായത് രേണുവിന്റെ ഫാദറിനെ പറ്റിയിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ എന്ന് പറഞ്ഞത്? ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നു. ആ പള്ളിയിലെ അച്ഛനെ കുറിച്ചിട്ടായിരുന്നു സംസാരിച്ചത്. ഈ പള്ളിയിലെ അച്ഛനെ കുറിച്ച് സംസാരിച്ച സമയത്താണ് രേണുവിന്റെ ഫാദറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഈ സഹോദരിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സഹോദരിന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ നമ്മൾ എവിടെയോ ഒരു യൂട്യൂബേഴ്സും ചെയ്തിട്ടില്ല. ബാക്കി കൂടെ കേൾക്കാമോ?
അങ്ങനൊരു ആളും ഇട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് സുധിച്ചേട്ടനെ എന്റെ പപ്പ കൊല്ലാൻ കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ ഈ പറയുന്നത് ഇവർക്ക്. സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ എവിടെയായിരുന്നു? സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ ഹോസ്പിറ്റലിലായിരുന്നു. സീരിയസ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ലസു ചെയ്ത ആദ്യത്തെ വൈഫാന്നും പറഞ്ഞിട്ടേക്കുന്നു. പിന്നെ ഞാൻ എന്റെ സഹോദരി ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് കൊല്ലം സുധിയുടെ ആദ്യത്തെ വൈഫാണെന്ന് പറഞ്ഞ ആരും ഇട്ടെന്ന്. ആരാണ് ഇതൊക്കെ ചെയ്തത്? നിങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ല? ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു പരിഹാരവും കാണാൻ പറ്റത്തില്ല. ഇതിന് കൊടുക്കേണ്ട പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കണമെന്ന്. കുറച്ചുപേരൊക്കെ പറയുന്നുണ്ട് സുധിയുടെ മരണം കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് ഈ കേസൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. ഇനി റീച്ചിന് വേണ്ടിയിട്ടാണോ ഇല്ല കണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ഓരോ യൂട്യൂബേഴ്സ് പറയുന്നത്? മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിക്കുന്നതാ. നമ്മൾ ഈ മരിച്ചുപോയ ആളെ കുറിച്ചിട്ട് ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനും സുധിച്ചേട്ടനെ കുറിച്ചിട്ടൊന്നും വീഡിയോ ഒന്നും ചെയ്തൊന്നുമില്ല. രേണുവിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി ഈ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഇല്ലാത്തൊരു കാര്യം നമ്മൾ അതിന്റെ അപ്പുറത്തോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അങ്ങനെ ഫേമസ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ കേസ് കൊടുക്കാം. അല്ലാണ്ട് എന്റെ അറിവില് ഒരു യൂട്യൂബേഴ്സും നിങ്ങളെ വെച്ച് വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെ നീക്കിക്കൂടെ നിങ്ങൾ? അല്ലാണ്ട് വന്നിരുന്ന് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ഒന്നും നടക്കാനില്ലെന്നേ. അതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിനു മുന്നേ ബാക്കി കൂടെ കേട്ടിട്ട് വരാം. വാ. എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞ ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യെന്നൊക്കെ. അപ്പം എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ അവര് സുധിച്ചേട്ടനെ കടക്കാരാക്കിയത് ഞങ്ങളാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടന്റെ മക്കൾക്ക് മറ്റേ HDC അവര് വെച്ചു കൊടുത്ത വീട് നമ്മുടെ സുധിച്ചേട്ടന്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തത് അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവർ ഒറ്റയ്ക്കാവുമല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിനെടുത്താ. കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ കൂടെ താമസിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും ഒന്നും പറയാനും പോകുന്നില്ല. ഇനി ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ട് എന്താണ് വിഷയമെന്ന് അതിൽ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. വാ. എവിടെ പോയാലും എന്റെ പേരുണ്ട് ഇപ്പൊ അന്ന് വന്ന്. അതാണ് എന്റെ അവസ്ഥ. എന്തായാലും ചേച്ചിയും ചേച്ചിയുടെ അച്ഛനെയൊക്കെ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് തകർക്കുകയാണ്. അതുപോലെ കുറെ യൂട്യൂബേഴ്സ് വേറെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആരാണ് തകർക്കാൻ ശ്രമിച്ചത്? ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഒരു ചോദ്യം കാണും. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരു കാര്യമില്ലാതെ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതെന്നെ കൊളാബറേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. കൊളാബറേറ്റ് ചെയ്തു. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ഞാനൊരു ലവിന്റെ ഇമോജി ഇട്ട്, നിങ്ങളും ലവിന്റെ ഇമോജി ഇട്ട്. എന്നിട്ട് നിങ്ങൾ എന്നെ ഏതോ ഒരു ബുധനാഴ്ച എന്നെ വീഡിയോ കോൾ ചെയ്ത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്തില്ല, വീഡിയോ കോൾ എടുത്തിട്ടില്ല. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പക്ഷെ റിപ്ലൈ ഇല്ല. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾക്ക് എഗൈനിസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അത് മാത്രമല്ല അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നത്. നിങ്ങളെ കുറിച്ച് അതിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തെന്ന് പറയുന്നത്? നിങ്ങളിപ്പോ എല്ലാരും കൂടെ വന്നിരുന്നിട്ട് നമ്മൾ ആത്മഹത്യന്റെ വക്കിലാണ്, നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാകുമോ? നിങ്ങൾ ആ വീഡിയോന്റെ ഇടയിലുള്ള കമന്റുകളൊക്കെ നോക്കണം. അതിലും വലിയ തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ് ആ കമന്റിലൂടെ എല്ലാവരും അറിയിക്കുന്നത്. നിങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഫോട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ അതൊക്കെ ആദ്യം പോയി ചെയ്യും. അതിന്റെ ബാക്കി കൂടെ കേൾക്കാമോ? റിപ്ലൈ ഇല്ല നഹീഹേ. അപ്പൊ നിങ്ങളൊന്ന് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ കൊള്ളായിരുന്നു. നിങ്ങൾ എപ്പോഴാണ് ഞാൻ ചെളികാരി അടിക്കാൻ ശ്രമിച്ചത്, എപ്പോഴാണ് ദ്രോഹിക്കാൻ ശ്രമിച്ചത്, ഏത് വീഡിയോയിലൂടെയാണ്? എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ പബ്ലിക്കലി വന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്റേതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. അല്ലാണ്ട് കുടുംബത്തിൽ ഇരുന്ന് നിങ്ങളെ വിളിച്ച് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല. ആ ബിഷപ്പിന്റെ പള്ളിയിൽ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാജ ബിഷപ്പാണ് അവൻ. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരുത്തന്റെ പള്ളിയിൽ കൈക്കാരനായിട്ട് രേണുവിന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ രേണു അതിന് ഉത്തരം പറയണം. എന്താണ് പിന്നെ കുട വാങ്ങി ബാഗ് വാങ്ങി എന്നൊക്കെയുള്ള കേസ് രേണു പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ആ നാറിയെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്. അതിന് രേണുവല്ലേ ഉത്തരം തരേണ്ടത്. അതിന് നേരെ ഉത്തരം തന്ന വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അതിൽ പറയുന്നത്. ആ ഫ്രോഡ് ആയിട്ടുള്ള അച്ഛനെ എന്തിനു പ്രൊമോട്ട് ചെയ്തു? നിങ്ങൾക്ക് ചോദിക്കാം, ഈ അച്ഛൻ ഇങ്ങനെ ഒരു ഫ്രോഡത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഭാര്യയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ചെയ്യാൻ പറയാം. അല്ലാണ്ട് നിങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. രേണുസുധിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത്
പിള്ളേർക്ക് ബാഗും സാധനങ്ങളൊക്കെ മേടിക്കാൻ കാശില്ലാണ്ടിരുന്ന സമയത്ത് ആ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് ഇതൊക്കെ എടുത്തു തന്നെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ രേണുസുധിയുടെ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് അതിനകത്തൊക്കെ എന്താ തെറ്റിയിരിക്കുന്നത്? ഒരു തെറ്റുമില്ല, നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്ത്. നമ്മളെന്തോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അയാള് ഭൂലോകം ഒരു ഫ്രോഡാണ്, രേണുസുധിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നാണ് നമ്മളൊക്കെ വന്നിരുന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമോ? ആ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു ചോദിക്കാൻ വയ്യ ആ പള്ളിയിൽ അച്ഛൻ ഒരു ഫ്രോഡല്ലേ, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളുടെ നിന്നൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, അല്ലെങ്കിൽ അയാളേക്ക് എന്തിനാണ് ഇങ്ങനെ പൊക്കി പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വയ്യ. ആങ്കർ ആയിട്ടിരിക്കുന്ന ആളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നും രണ്ടൊന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ആ പരമാവധി ആ പള്ളിയിൽ അച്ഛൻ ആ നാട്ടുകാരുടെ നിന്ന് മേടിച്ചോണ്ടും പോയിരിക്കുന്നത്. ബാക്കി കേൾക്കാമോ? രണ്ടാമത് ഈ നമുക്കെതിരെ വരുന്ന കുറച്ച് കമന്റ്സ് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ കടിച്ചു പിടിച്ച് ചിലപ്പോൾ റിയാക്ഷനും എടുക്കും, അവരുടെ പേരും മെൻഷൻ ചെയ്യും, ചിലപ്പോൾ അവര് ഫേമസ് ആകും. അപ്പം അതിനോട് എനിക്ക് അങ്ങനെ ഇനിയും ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരെ എന്തിനാണ് നമ്മൾ ഫേമസ് ആക്കണത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ റീസെന്റ് ഒരു ചേട്ടൻ ഒരു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടനും ചേച്ചിയും അത് വേണ്ടായിരുന്നു. പിന്നെ കിട്ടും, അവർക്ക് അതാണ് വേണ്ടത്. ഈ പറഞ്ഞവർക്ക് ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, അങ്ങനെ വേണ്ട. ഈ പറഞ്ഞവർക്ക് അതാണ് ആവശ്യം. ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാം, പിന്നെ അവരോ പിന്നെ ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാം. അങ്ങനെ ഇപ്പൊ സുഖിക്കാണ്, ഞങ്ങൾ പറയുന്നില്ല. ദയാച്ചുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആർക്കാണ് മനസ്സിലാകാത്തത്? പക്ഷെ ദയാച്ചുവിനെ വീണ്ടും വന്നിരുന്ന് പറഞ്ഞായിരുന്നു കേട്ടോ നല്ല രീതിയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുസുധിനെ കുറിച്ചൊരു വീഡിയോ ഒന്നും ചെയ്യത്തില്ല. മുമ്പ് നമ്മുടെ സുധിച്ചേട്ടൻ രേണുക്ക് പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ്, അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ദയാച്ചു ആ വീഡിയോ കണ്ടതെന്ന് പറയുന്നത്. അതിനുശേഷം ഇനി വീഡിയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദയാച്ചു ചെയ്ത വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മറ്റേ ഷാപ്പിനകത്ത് നിന്നിട്ട് ഷോർട്ട് ഫിലിമിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിനെ ട്രോളിയിട്ടായിരുന്നു ദയാച്ചു വീഡിയോ ചെയ്തത്. അതിന്റെ ഒരു മറുപടിയാണ് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ഇപ്പൊ സംസാരിക്കുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യും. നിങ്ങൾ എന്തോ ചെയ്യുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഈ ഫേമസ് ആയിട്ടുള്ള ചാനലുകാരെ വെച്ചിട്ട് അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് അവിടെ പോയിരുന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളും കാശ് മേടിച്ചിട്ടില്ല അവിടെ പോയിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആര് നിങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ചാനലുകാരെ വിളിച്ചിട്ട് അവർക്ക് ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ഈ കാര്യങ്ങൾ അവിടെ പോയിരുന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയല്ലേ? അപ്പൊ ഇവിടെ കാശ് ഉണ്ടാക്കുന്നവരാണ്, ഇവിടെ നേട്ടം ഉണ്ടാക്കുന്നവരാണ്, നിങ്ങൾക്ക് തന്നെയല്ലേ? ഈ ദയാച്ചു എന്ന് പറയുന്ന ആളെ നിങ്ങൾ ഫേമസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി അവർ ഫേമസ് ആണ്, ബിഗ് ബോസിലൊക്കെ വന്ന ഒരാളല്ലേ. അവർക്ക് പ്രത്യേകിച്ച് റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ ഇന്റർവ്യൂക്കകത്ത് വന്നിട്ട് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നില്ല, നമ്മൾ അവരെ ഫേമസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വില തന്നെയാണ് അവിടെ പോകുന്നത്. രേണുസുധി പറയേണ്ടത് ഈ ഡയലോഗ് നേരെ പ്രതീഷിന്റെ മുഖത്ത് നോക്കിയിട്ടാണ്. നിങ്ങളെ വെച്ചിട്ട് ഫേമസ് ആകാൻ നോക്കുന്നത് ആ പ്രതീഷാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.